ഇന്ന് നമുക്ക് പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന രാജാസാബ് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയ നായകനെ വളർത്തിയത് അവന്റെ മുത്തശ്ശിയായിരുന്നു. എന്നാൽ മുത്തശ്ശിക്കാണെങ്കിൽ അൽഷിമർ രോഗം ബാധിച്ചത് കാരണം എല്ലാ കാര്യങ്ങളും മറന്നുപോയി. പക്ഷേ മുത്തശ്ശിക്ക് ആകെ ഓർമ്മയുള്ളത് തന്റെ കൊച്ചുമകനെയും തന്റെ ഭർത്താവായ കനകരാജിനെയുമാണ്. പക്ഷേ കനകരാജാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയി. മുത്തശ്ശിയുടെ സങ്കടം കണ്ട കൊച്ചുമകനാണെങ്കിലോ തന്റെ മുത്തശ്ശിനെ കണ്ടെത്തുവാനായി ഇറങ്ങുകയാണ്. പിന്നീട് സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. മുത്തശ്ശനെ കുറിച്ചുള്ള സത്യമൊക്കെ അറിഞ്ഞ് നമ്മുടെ കൊച്ചുമകനും ഞെട്ടിപ്പോവുകയാണ്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒരു മോർച്ചറിയാണ് കാണിക്കുന്നത്. ആ മോർച്ചറിയിൽ അനാഥനായ ഒരു വൃദ്ധന്റെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. എന്നാൽ ആ മോർച്ചറിയിലെ സെക്യൂരിറ്റി ആണെങ്കിലോ ആ വൃദ്ധന്റെ എല്ലാ സാധനങ്ങളും വാരി കത്തിച്ച് കളയുക. ആരെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ കത്തിച്ചതിന്റെ ചാരം കൊടുത്ത് കാശ് വാങ്ങാമെന്നാണ് അയാളുടെ മനസ്സിലും. അതിനു വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുന്ന സമയത്തായിരുന്നു ആ വൃദ്ധൻ ധരിച്ചിരുന്ന ഡ്രസ്സിൽ നിന്നും ഒരു 500 രൂപ സെക്യൂരിറ്റിക്ക് കിട്ടുന്നതും. 500 രൂപ കിട്ടിയ സെക്യൂരിറ്റി ആണെങ്കിലോ എന്തായാലും കിട്ടിയത് കിട്ടി. ഈ 500 കൊണ്ടുപോയി നല്ല രീതിക്ക് ഫുഡ് അടിക്കാമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഹോട്ടലിൽ ചെന്ന് ആഹാരം ഓർഡർ ചെയ്യുന്ന സമയത്തായിരുന്നു കയ്യിലിരിക്കുന്ന 500 രൂപ പറന്നു പോകുന്നതും. 500 രൂപ പിടിക്കുവാനായിട്ട് അയാൾ ആ 500 രൂപയുടെ പിറകെ പോകുന്നു. ആ 500 രൂപ അവസാനം ചെന്നെത്തിയതോ പഴയൊരു ബംഗ്ലാവിലേക്കായിരുന്നു. ആ ബംഗ്ലാവ് യഥാർത്ഥത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന അതേ വൃദ്ധന്റേതും. വൃദ്ധന്റെ ഫോട്ടോയും അവിടെയുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിക്ക് മുന്നിലേക്ക് ആ ഒരു വൃദ്ധന്റെ ആത്മാവെത്തുന്നു. എന്റെ 500 രൂപ കൊണ്ടുപോകാമെന്ന് നീ കരുതിയോ? ഒരിക്കലും ഞാൻ എന്റെ കാശ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് ആ ഒരു വൃദ്ധൻ പറയുന്നത്. സത്യത്തിൽ അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാൾക്ക് ഈ പണത്തിനോടും സ്വത്തിനോടുമൊക്കെ ആർത്തിയായിരുന്നു. അങ്ങനെയുള്ള അയാൾ മരണപ്പെട്ടു പോയതിനു ശേഷം തന്റെ സ്വത്തും പണവും ആരും കൊണ്ടുപോകരുതെന്ന് കരുതി ആത്മാവ് തന്നെ കാവലിരിക്കുകയാണ്. ഈ സെക്യൂരിറ്റിയെ മനഃപൂർവ്വം തന്നെയാണ് വൃദ്ധൻ തന്റെ കോട്ടയിലേക്ക് കൊണ്ടുവന്നതും. തന്റെ 500 രൂപ അയാളുടെ കൈവശമാണല്ലോ ഇരിക്കുന്നത്. വൃദ്ധന്റെ ആത്മാവ് സെക്യൂരിറ്റിയെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കഥാനായകനായ രാജുവിനെയാണ്. രാജുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനിതയെ കുറച്ചുപേർ ചേർന്ന് ടോർച്ചർ ചെയ്യും. എന്നാൽ അവിടേക്ക് എത്തിയ രാജുവാണെങ്കിൽ അവരെയൊക്കെ അടിച്ചു ഓടിക്കുന്നു. അനിതയ്ക്കും ഒരുപാട് സന്തോഷമായി. അനിതയും കൂട്ടി നേരെ വരുന്നത് രാജു തന്റെ മുത്തശ്ശിക്കടുത്തേക്കാ. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. മുത്തശ്ശിയുടെ ഹസ്ബൻഡ് കുറേ വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ടു പോയതാ. ഇതുവരെയും മുത്തശ്ശൻ തിരിച്ചു വന്നിട്ടേയില്ല. അതിന്റെ സങ്കടത്തിലായിരുന്നു മുത്തശ്ശി. മുത്തശ്ശി ഒരു ജന്മി കുടുംബത്തിലാണ് ജനിച്ചത്. കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നതും. എന്നാൽ ഒരിക്കൽ ആ കൊട്ടാരത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരാളാണെങ്കിലോ മുത്തശ്ശിയുടെ സ്വർണവും പണവും എല്ലാം അടിച്ചുകൊണ്ടുപോയി. അത് കാരണം മുത്തശ്ശി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. മുത്തശ്ശിയുടെ സങ്കടം കണ്ട് സഹിക്കാനാകാത്ത മുത്തശ്ശൻ നിനക്ക് നഷ്ടമായ സ്വർണവും പണവും ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് കൊട്ടാരം വിട്ടിറങ്ങിയതും. വർഷങ്ങൾ ഇത്രയുമായിട്ടും മുത്തശ്ശൻ തിരികെ വന്നിട്ടേയില്ല. എന്നാൽ ഇന്ന് മുത്തശ്ശനെ കാത്തിരിക്കുകയാണ്. മുത്തശ്ശിയുടെ സങ്കടമെല്ലാം രാജുവിനറിയാം. എങ്ങനെയെങ്കിലും തന്റെ മുത്തശ്ശനെ കണ്ടെത്തി കൊണ്ടുവരണമെന്നാണ് രാജുവിന്റെ മനസ്സിലും. മുത്തശ്ശിക്ക് അൽഷൈമർ രോഗം ബാധിച്ചിരിക്കുക. മുത്തശ്ശിയാണെങ്കിൽ പതിയെ പതിയെ ഓരോ കാര്യങ്ങളും മറന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ കാര്യങ്ങളൊന്നും മുത്തശ്ശിക്ക് ഓർമ്മയില്ല. എന്നാൽ മുത്തശ്ശിയുടെ ഓർമ്മയിൽ ആകെയുള്ളത് രാജുവും മുത്തശ്ശനും മാത്രമാ. മുത്തശ്ശനെ താൻ എന്ന് മറക്കുന്നോ അന്ന് താൻ മരിക്കുമെന്നാണ് മുത്തശ്ശി രാജുവിനോട് പറയുന്നത്. അത്രമാത്രം മുത്തശ്ശനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്റെ മുത്തശ്ശനെ കണ്ടെത്തി കൊണ്ടുവന്ന് കൊടുക്കണമെന്നും രാജു തീരുമാനിക്കും. ആ ഒരു കാര്യം മുത്തശ്ശിയോടും രാജു പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രാജുവിന്റെ കൂട്ടുകാരൻ ഹൈദരാബാദിൽ പെണ്ണ് കാണുവാൻ പോയിട്ട് ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്നാൽ ഫോട്ടോ നോക്കിയ രാജു അതിലൊരു പരിചയമുള്ള മുഖം കാണും. വേറെ ആരുമല്ല, രാജുവിന്റെ മുത്തശ്ശനായിരുന്നു. ഉടനെ തന്നെ ആ ഒരു ഫോട്ടോ മുത്തശ്ശിയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, മുത്തശ്ശി ഇത് മുത്തശ്ശനല്ലേ എന്ന് നോക്കിയെന്ന് പറയുമ്പോൾ, അതെ ഇത് മുത്തശ്ശൻ തന്നെയാണെന്ന് മുത്തശ്ശി പറയുന്നു. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രാജുവാണെങ്കിൽ മുത്തശ്ശനെ കണ്ടുപിടിക്കുവാനായിട്ട് നേരെ ഹൈദരാബാദിലേക്ക് പോകും. ഹൈദരാബാദിൽ രാജുവിന് എന്ത് സഹായത്തിന് വേണ്ടിയും അവന്റെ പോലീസ് ഉദ്യോഗസ്ഥനായ ചിറ്റപ്പനുണ്ട്. മുത്തശ്ശന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് മുത്തശ്ശനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും രാജു പറയുന്നു. എന്നാൽ ചിറ്റപ്പൻ പറയുന്നതോ, ഞാൻ ഈ ഒരു കാര്യം ഐയോട് പറഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെയായാലും 5 ലക്ഷം രൂപയെങ്കിലും ചിലവാകുമെന്നും ചിറ്റപ്പൻ പറയും. അത് കേട്ട് രാജു പറയുന്നതോ, ഞാൻ കണക്കാക്കി 5 ലക്ഷം രൂപ കൊണ്ടുവന്നതാ. പക്ഷേ വരുന്ന വഴിയിൽ 3 ലക്ഷം രൂപ ചിലവായി പോയെന്നും രാജു പറയുന്നു. അത് കേട്ട് ചിറ്റപ്പൻ ഞെട്ടിപ്പോകും. വരുന്ന വഴിയിൽ 3 ലക്ഷം രൂപ ചിലവായതെന്നോ? അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരുന്ന വഴിയിലെ ചർച്ചിൽ വെച്ച്
മാലാഖയെ പോലൊരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ പേര് ബസീന. ബസിയെ കണ്ടതും എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടമായി. എന്നാൽ ആ ചർച്ചിലുള്ള കുട്ടിക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ വേണം. പക്ഷേ അവർ കാശിന് കിടന്ന് ഓടുന്നത് കണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന 3 ലക്ഷം രൂപ എടുത്തു കൊടുത്ത് സഹായിച്ചു. അതാണ് കാശ് നഷ്ടമായതെന്നുള്ള കാര്യവും രാജു പറയുന്നു. അത് കേട്ടതും ചിറ്റപ്പൻ പറയുന്നതോ, നിന്റെ മുത്തശ്ശനെ എസ്ഐയും കൂട്ടരും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്ന് പറയണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാനും കഴിയില്ല. ഇനി എന്ത് ചെയ്യും? എങ്ങനെ നീ കാശൊപ്പിക്കുമെന്നും ചിറ്റപ്പൻ ചോദിക്കും. ആകെ ടെൻഷനിലായി രാജു. കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന രാജുവിന്റെ അടുത്തേക്ക് ഭൈരവി എന്ന പെൺകുട്ടി വരികയാണ്. നീയല്ലേ രാജു എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൾ മറുപടിയും പറയുന്നു. നിന്റെ മുത്തശ്ശനായ കനകരാജിനെ കാണുകയാണെങ്കിൽ കനകരാജിനെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്റെ മുത്തശ്ശൻ കുറച്ച് കാശ് തന്നിട്ടുണ്ടെന്നും ഭൈരവി പറയുന്നു. അത് കേട്ടതും രാജു ഞെട്ടിപ്പോകും. ഞാനാ കനകരാജിന്റെ കൊച്ചുമോൻ, എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ മുത്തശ്ശനെ ഏൽപ്പിക്കാമെന്നും രാജു പറയുന്നു. അത് പറ്റില്ല, കനകരാജിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് മുത്തശ്ശനെ കാശ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മുത്തശ്ശനെ കണ്ടുപിടിക്കട്ടെ എന്നും ഭൈരവി പറയുന്നു. അങ്ങനെ രാജുവും കൂട്ടരും ചേർന്ന് മുത്തശ്ശനെ അന്വേഷിച്ചിറങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചാണ് മുത്തശ്ശനെ അന്വേഷിക്കുന്നതും. എന്നാൽ ഒരു ഘട്ടത്തിൽ രാജുവിനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അവന് തോന്നുന്നു. എന്നാൽ അവൻ തന്നെ ഫോളോ ചെയ്ത ആളിനെ കണ്ടുപിടിക്കുകയാണ്. രാജുവിനെ ഫോളോ ചെയ്യുന്നത് മറ്റാരുമല്ല, മുത്തശ്ശിയുടെ സ്വർണവും പണവും ഒക്കെ അടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നൊരാൾ പോയില്ലേ, അയാൾ തന്നെയായിരുന്നു ഗംഗാപതി. ഗംഗാപതിയെ കണ്ടതും രാജുവിന് വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ ഒരു ഒറ്റ ആളിനെ കാരണം മാത്രമാണ് എന്റെ മുത്തശ്ശൻ മുത്തശ്ശിയിൽ നിന്നും അകന്നത്. മുത്തശ്ശൻ ആ സ്വർണവും പണവും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നാട് വിട്ടു പോയതും ഇതുവരെയും മുത്തശ്ശൻ തിരികെ വന്നിട്ടില്ല. സത്യം പറ, കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ സ്വർണവും പൈസയും എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ച് രാജു ആണെങ്കിൽ ഗംഗാപതിയെ തല്ലുവാനായി വരും. എന്നാൽ ഭൈരവി ഇടയ്ക്ക് വന്ന് കയറിയിട്ട്, തല്ലരുത് രാജു, അതെന്റെ മുത്തശ്ശനാണെന്നും പറയുന്നു. അതോടുകൂടി രാജു ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ രാജു ചോദിക്കുന്നു. അപ്പോഴാണ് ഗംഗാപതി പഴയൊരു കാര്യം തുറന്നു പറയുന്നതും. പിന്നീടൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. പണ്ട് അവരുടെ നാട്ടിലെ കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്നു രാജുവിന്റെ മുത്തശ്ശി. അതായത് ഗംഗാദേവി. ഗംഗമ്മ എന്നും വിളിക്കും. ഗംഗമ്മയാണെങ്കിലോ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രാജകുമാരിയാ. മാത്രമല്ല ഒരുപാട് പേർക്ക് ആഹാരമൊക്കെ കൊടുക്കും. വിശേഷ ദിവസങ്ങളിലാണ് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു ദിവസം പ്രസാദം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കൊട്ടാരത്തിലേക്ക് ഒരു ഭിക്ഷക്കാരൻ കയറി വരുന്നത്. ആ ഭിക്ഷക്കാരൻ മറ്റാരുമല്ല, കനകരാജായിരുന്നു. ഗംഗമ്മയുടെ കയ്യിലിരിക്കുന്ന പ്രസാദം കനകരാജ് ആർത്തിയോടുകൂടി വാങ്ങിക്കഴിച്ചു. എന്നാൽ ഇത് ഗംഗാപതി കണ്ടുകൊണ്ടുവരും. ഗംഗമ്മയുടെ സംരക്ഷകനായിരുന്നു ഈ ഗംഗാപതി. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ഗംഗാപതി കനകരാജിനെ കൊട്ടാരത്തിൽ നിന്നും അടിച്ചോടിക്കുകയാണ് ചെയ്തതും. എന്നാൽ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്ന കനകരാജിന് വല്ലാതെ ദേഷ്യം വരികയും എങ്ങനെയെങ്കിലും രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കനകരാജ് നേരെ പോയത് ആ നാട്ടിലെ തന്നെ ഒരു കൊടും കാടിനുള്ളിലേക്കാണ്. ആ കാട്ടില് മനുഷ്യർക്ക് ആർക്കും തന്നെ കടക്കുവാനായിട്ടും പേടിയാ. അങ്ങനെയുള്ളൊരു കാട്ടിലേക്കാണ് കനകരാജ് ഒറ്റയ്ക്ക് കയറി പോകുന്നതും. ആ കാടിനുള്ളിലായിട്ട് ഒരു ദുർമന്ത്രവാദിയുണ്ട്. അയാൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും നടക്കും. അങ്ങനെയുള്ള ദുർമന്ത്രവാദിക്ക് അടുത്തേക്ക് കനകരാജ് എത്തുന്നു. എന്നിട്ട് തന്റെ ആവശ്യമെല്ലാം ദുർമന്ത്രവാദിയോട് പറയുകയാണ്. ആ ഒരു കൊട്ടാരം തനിക്ക് സ്വന്തമാക്കണം, ഗംഗമ്മയെ തനിക്ക് വിവാഹം കഴിക്കണമെന്നും കനകരാജ് പറയുന്നു. ആ മന്ത്രവാദി കനകരാജിന് ഒരു പ്രസാദം ഏൽപ്പിക്കും. ഈ ഒരു പ്രസാദം രാജകുമാരി കഴിക്കുകയാണെങ്കിൽ എപ്പോഴും അവർ നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറയും. ഇത് രാജകുമാരിയെ കൊണ്ട് കഴിപ്പിക്കണമെന്നും മന്ത്രവാദി പറയുന്നു. അങ്ങനെ മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ആ ഒരു പ്രസാദവുമായിട്ട് കനകരാജ് നേരെ കൊട്ടാരത്തിലെത്തി. രാജകുമാരിയോട് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ്, രാജകുമാരി കഴിക്കണമെന്ന് പറഞ്ഞ് രാജകുമാരിക്കും കൊടുക്കുന്നു. അങ്ങനെ ഗംഗമ്മയാണെങ്കിലോ അത് വാങ്ങി കഴിച്ചു. കനകരാജ് കൊണ്ടുവന്ന പ്രസാദം കഴിച്ചതും ഗംഗമ്മയുടെ സ്വഭാവം മാറി. കനകരാജ് എന്ത് പറയുന്നോ അത് മാത്രമേ ഗംഗമ്മ അനുസരിക്കൂ. അവസാനം കനകരാജിനെ വിവാഹം കഴിച്ചു. കനകരാജ് എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നേടിയെടുത്തു. ആ ഒരു കൊട്ടാരത്തിന്റെ, അതായത് ആ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കൺട്രോളും കനകരാജിന്റെ കയ്യിലായി. അതോടുകൂടി എങ്ങനെയെങ്കിലും ഈ സ്വത്തെല്ലാം കൈക്കലാക്കി നാടുവിടണമെന്നും കനകരാജ് തീരുമാനിച്ചു. ക്ഷേത്രത്തിലെ വിഗ്രഹവും കൈക്കലാക്കി കൊട്ടാരത്തിലെ മുഴുവൻ സ്വത്തും കൈക്കലാക്കിയ കനകരാജ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഗംഗാപതിയാണെന്ന് വരുത്തി തീർത്ത് ഗംഗാപതിയെ കണ്ടെത്താനെന്ന വ്യാജേന കൊട്ടാരത്തിൽ നിന്നും പോവുകയാണ് ചെയ്തതും. എന്നാൽ അത് നാടുവിട്ടു പോകലായിരുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഗംഗമ്മയാണെങ്കിൽ കനകരാജിനു വേണ്ടി കാത്തിരുന്നു. അതിനിടയിൽ വെച്ച് കനകരാജിന്റെ കുഞ്ഞിനെയും ഗംഗമ്മ പ്രസവിച്ചു. എന്നാൽ ഈ കനകരാജ് ഒരു രാക്ഷസനായിരുന്നു എന്നുള്ള കാര്യം പതിയെ പതിയെ കൊട്ടാരത്തിലുള്ളവർക്ക് മനസ്സിലായി. എന്നാൽ ഒരു ഘട്ടത്തിൽ രാക്ഷസനെ വിവാഹം കഴിച്ചു
രാക്ഷസന്റെ കുഞ്ഞിന് ജന്മം നൽകി എന്നൊരു കാരണത്താൽ ഗംഗമ്മയെ കൊട്ടാരത്തിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. ഗംഗമ്മയാണെങ്കിലോ തന്റെ കുഞ്ഞുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ജീവിച്ചു. കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തി. തന്റെ മകന് വലുതായ സമയത്ത് അവനെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു. നല്ല രീതിക്ക് സന്തോഷമായിട്ട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയി. അതിനിടയിൽ വെച്ച് അവർക്കൊരു കുഞ്ഞും ജനിച്ചു. ആ കുഞ്ഞാണ് രാജു എന്നുള്ള കാര്യവും ഗംഗാപതി പറയുകയാണ്. ഗംഗമ്മയുടെ മകനും മരുമകളും മരിച്ചുപോയതോടുകൂടി കൊച്ചുമകനെ ഗംഗമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതും. ആ കുഞ്ഞാണ് രാജു എന്നുള്ള കാര്യവും ഗംഗാപതി പറയുന്നു. അതെല്ലാം കേട്ടിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് രാജു. എന്നാൽ രാജു ഗംഗാപതിയോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ആ കനകരാജ് ഉള്ളത്? നമുക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകണമെന്ന്. നാഗ്പൂരിലുള്ള ഒരു കൊടും കാടിനുള്ളിലുള്ള ഒരു കോട്ടയിലാണ് കനകരാജ് ഇപ്പോൾ ഉള്ളതെന്നും ഗംഗാപതി പറയുന്നു. അങ്ങനെ രാജുവും ഭൈരവിയും ഗംഗാപതിയും രാജുവിന്റെ ചിറ്റപ്പനും ചേർന്ന് നാഗ്പൂരിലുള്ള കോട്ടയിലേക്ക് എത്തുകയാണ്. അതൊരു വിജനമായിട്ടുള്ള കാടായിരുന്നു. മാത്രവുമല്ല, പ്രേതാലയം പോലുള്ള ഒരു കോട്ടയും. ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതോ സിനിമയുടെ തുടക്കത്തിൽ ഒരു സെക്യൂരിറ്റിയെ കാണിച്ചില്ലേ, മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന അതേ സെക്യൂരിറ്റി തന്നെയായിരുന്നു. നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ കനകരാജിനെ കാണുവാൻ വേണ്ടിയിട്ട് വന്നതാണ്, അയാളെ വിളിക്കുവാനായിട്ടും രാജു പറയുന്നു. എന്നാൽ സെക്യൂരിറ്റി പറയുന്നതോ, കനകരാജ് എന്ന പേരിൽ ആരും തന്നെ ഇവിടെയില്ല. മാത്രമല്ല, ഈ കോട്ടയ്ക്കുള്ളിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ആരും കടക്കരുത്. ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പെട്ടുപോയ ഒരാളാണ് ഞാൻ എന്നുള്ള കാര്യവും സെക്യൂരിറ്റി പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ രാജുവും കൂട്ടരും കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കും. കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നതും അവിടെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെയായിരുന്നു. കനകരാജിന്റെ സമ്പാദ്യം മുഴുവൻ അതിലുണ്ട്. അത് കാണുന്ന രാജുവാണെങ്കിൽ, എന്തായാലും നമുക്ക് ഇതും എടുത്ത് രക്ഷപ്പെട്ടു പോകാമെന്ന് പറയുന്നു. അതേസമയം തന്നെയായിരുന്നു രാജുവിന് മുന്നിലേക്ക് കനകരാജിന്റെ ആത്മാവ് വരുന്നതും. നീ ഇവിടെ വരുവാനായിട്ട് കാരണം ഞാൻ തന്നെയാ. ഞാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും കനകരാജ് പറയുന്നു. എന്നാൽ രാജുവാണെങ്കിൽ കനകരാജിന്റെ ആത്മാവിനെ കണ്ട് ഒരു തുള്ളി പോലും പേടിക്കാതെയാണ് നിൽക്കുന്നത്. അവന്റെ ചിന്ത മുഴുവൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നത് തന്നെയായിരുന്നു. രാജുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. കനകരാജിന്റെ ആത്മാവ് പോയ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി രാജുവും കൂട്ടരും മെയിൻ ഡോർ നോക്കി പോകുന്നു. പക്ഷേ മെയിൻ ഡോർ അവിടെ കാണുന്നതേയില്ല. ഒരു ചെറിയൊരു ഡോർ വഴി അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ ഡോർ എന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോഴോ, ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിനകത്ത് പെട്ടുപോയതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണെന്നും സെക്യൂരിറ്റിയും പറയുന്നു. അതേസമയം തന്നെ രാജു ഒരു കാര്യം പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഈ ഒരു കോട്ടയ്ക്ക് പിൻവാതിലും ഉണ്ടായിരിക്കും. ആ ഒരു വാതിൽ കണ്ടെത്തണമെന്നും രാജു പറയുന്നു. അങ്ങനെ അവർ പിൻവാതിൽ കണ്ടെത്തുകയാണ്. അതുവഴി പുറത്തേക്ക് ഇറങ്ങുന്നു. രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സമയം തന്നെയായിരുന്നു അവർക്ക് മുന്നിലൂടെ ഒരു ട്രെയിൻ പോകുന്നതും. ഈ കൊടുങ്കാട്ടിൽ എങ്ങനെയാ ട്രെയിൻ ഉണ്ടാകുന്നതെന്നും രാജുവും കൂട്ടരും ചിന്തിക്കുമ്പോഴോ, ഇതെല്ലാം ആത്മാവിന്റെ പണിയാണെന്നും സെക്യൂരിറ്റി പറയുന്നു. അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനാകില്ല എന്നുള്ള കാര്യം രാജുവിന് മനസ്സിലായി. രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നിന്റെ മുത്തശ്ശൻ തന്നെ വിചാരിക്കണമെന്നും സെക്യൂരിറ്റി പറയുന്നു. ഇവർ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ആ ഒരു സ്വർണവും കാശും എല്ലാം ഇരുന്ന റൂമില്ലേ, അതൊരു ചുടുകാടായി മാറുന്നു. മാത്രമല്ല, ആ ചുടുകാട്ടില് കനകരാജിന്റെ ഡെഡ് ബോഡിയും കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവർ കാണുന്നു. അത് കണ്ടവർ പേടിച്ച് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു രാജുവിനെ നോക്കി കനകരാജിന്റെ ഡെഡ് ബോഡി വരുന്നതും. അങ്ങനെ അവർ അവിടെ നിന്നും പേടിച്ചോടി വീണ്ടും കോട്ടയ്ക്കകത്തേക്ക് കടക്കുകയാണ്. അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനേ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതേസമയം തന്നെയായിരുന്നു കോട്ടയിലേക്ക് ബസ്സിയും കൂട്ടരും വരുന്നത്. ബസ്സിയെ കണ്ടതും രാജു ഞെട്ടിപ്പോകും. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് രാജു ചോദിക്കുമ്പോഴോ, ചർച്ചിലുള്ള കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷന് വെച്ചിരുന്ന കാശ് കനകരാജ് വന്ന് എന്തൊക്കെയോ മന്ത്രവാദം ചെയ്ത് അടിച്ചുകൊണ്ടുപോയി. ആ ഒരു കാശ് ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നും ബസ്സി പറയുന്നു. അകത്തേക്ക് കയറി പോകരുതെന്ന് എത്ര തന്നെ രാജു പറഞ്ഞിട്ടും ബസ്സിയും കൂട്ടരും അകത്തേക്ക് തന്നെ കയറി പോകുന്നു. ബസ്സിയും കൂട്ടരും നേരെ ചെന്ന് എത്തിയതോ കനകരാജിന്റെ സ്വർണവും കാശും എല്ലാം വെച്ചിരിക്കുന്ന മുറിയിലേക്ക്. അവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ കണ്ട് ബസ്സി ഞെട്ടിപ്പോകുന്നു. അതേസമയം തന്നെയായിരുന്നു അവിടേക്ക് കനകരാജിന്റെ ആത്മാവ് വന്നതും. എങ്ങനെയാണോ രാജുവിനോടൊക്കെ പെരുമാറിയത് അതുപോലെ തന്നെ പെരുമാറി രണ്ടുപേരെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. അങ്ങനെ പേടിച്ച് ബസ്സി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബസ്സിയാണെങ്കിൽ ഇതെന്താ അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ രാജുവിനോട് ചോദിക്കുന്നു. ഇത് തന്നെയാ കുറച്ചു നേരമായിട്ട് ഞങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാജുവും പറയും. എന്നാൽ ബസ്സി ചോദിക്കുന്നത്, അതുപോട്ടെ, നിന്നോടൊപ്പം ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവൾ ആരാന്ന് ചോദിക്കും. അതോ അതിന്റെ ഫ്രണ്ടാണെന്നും രാജു പറയുന്നു. എന്നാൽ ബസ്സിക്ക് അത്ര ഇഷ്ടമായതേ ഇല്ലാതെന്നും. ബസ്സിയും രാജുവിനെ പ്രണയിക്കുന്നു, അതുപോലെ തന്നെ ഭൈരവിയും പ്രണയിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും മത്സരത്തിനിടയിൽ പെട്ടുപോവുകയാണ് രാജു. എന്നാൽ രാജുവാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് തന്റെ മുത്തശ്ശന്റെ ആത്മാവ് തന്റെ ദേഹത്ത് കയറിയതുപോലെ തന്നെ പെരുമാറുന്നു. വയലന്റായി നിൽക്കുകയാണ്. അതേ സമയമായിരുന്നു മുത്തശ്ശി ഫോൺ വിളിക്കുന്നതും. ഫോൺ എടുത്ത രാജുവാണെങ്കിൽ മുത്തശ്ശൻ സംസാരിക്കുന്നത് പോലെ തന്നെ മുത്തശ്ശിയോട് സംസാരിക്കും. മുത്തശ്ശന്റെ ശബ്ദത്തിൽ ഫോണിലൂടെ മുത്തശ്ശി രാജു ഒരുപാട് വഴക്ക് പറയും.
മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടമായി. അയ്യോ, സങ്കടപ്പെടല്ലേ, ഞാൻ വെറുതെ തമാശ ചെയ്തതാ. ഞാൻ എന്തായാലും തിരികെ വരുന്ന സമയത്ത് മുത്തശ്ശനുമായിട്ട് മാത്രമേ വരൂ. മുത്തശ്ശി സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് രാജു കോള് കട്ട് ചെയ്ത് കളയുന്നത്. എന്നിട്ട് ബെസ്സിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് രാജു ചോദിക്കുമ്പോഴോ, എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ അറിയാം, അദ്ദേഹത്തെ വിളിച്ചു നോക്കാമെന്നും ബെസ്സി പറയും. അങ്ങനെ ബെസ്സി ആണെങ്കിൽ ആ സൈക്കാട്രിസ്റ്റിനെ വിളിക്കുകയാണ്. സൈക്കാട്രിസ്റ്റ് ആണെങ്കിലോ തന്റെ കൊച്ചുമകളോട് യാത്രയും പറഞ്ഞ് നേരെ ഈ കാട്ടിനുള്ളിലുള്ള വിജനമായ കോട്ടയിലേക്ക് എത്തുന്നു. കോട്ടയ്ക്കകത്തേക്ക് കടന്ന സൈക്കാട്രിസ്റ്റ് അവിടെ മുഴുവൻ പരിശോധിക്കുകയും എന്തൊക്കെയോ മന്ത്രം ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് രാജുവിന്റെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശൻ നീ വിചാരിക്കുമ്പോഴുള്ള ഒരാളല്ല, അയാൾ ഒരു ഭീകരനാണെന്നും സൈക്കാട്രിസ്റ്റ് പറയുന്നു. എന്നിട്ട് രാജുവിന്റെ കയ്യിലാണെങ്കിൽ ഒരു നാരങ്ങ ഏൽപ്പിച്ചിട്ട്, ഈ നാരങ്ങ കയ്യിൽ വെച്ചുകൊണ്ട് നീ കണ്ണടച്ച് ചിന്തിക്കുക, നിന്റെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് നീ എന്നോട് പറയണമെന്നും രാജുവിനോട് സൈക്കാട്രിസ്റ്റ് പറയുന്നു. അങ്ങനെ ആ ഒരു മന്ത്രം ചൊല്ലിയ നാരങ്ങ രാജു കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അവൻ കണ്ണടച്ചു നിൽക്കും. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച കിണറ്റിൽ നിന്നും 3 ശവശരീരം പൊങ്ങി വരുന്നത്. അത് കണ്ട് പേടിച്ച് രാജു നിലവിളിക്കുന്നു. അതേസമയം തന്നെ സൈക്കാട്രിസ്റ്റിന്റെ മുന്നിലേക്ക് കനകരാജിന്റെ ആത്മാവ് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൊച്ചുമകൾ സ്കൂളിലല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ വിരട്ടുവാനായി നോക്കുന്നു. എന്നാൽ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ അതിലൊന്നും പേടിക്കുന്നതേയില്ല. രാജുവിനടുത്തെത്തിയ സൈക്കാട്രിസ്റ്റ്, നമ്മളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനൊരു ബുക്ക് വായിക്കുവാനായി പോവുകയാണ്, അതിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാന്ന് പറഞ്ഞ് ഒരു ബുക്ക് കയ്യിലെടുക്കും. എന്നാൽ ആ ബുക്ക് കയ്യിലിരുന്ന് കത്തുകയാണ് ചെയ്തതും. മാത്രവുമല്ല, കനകരാജിന്റെ ആത്മാവ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ട് സൈക്യാട്രിസ്റ്റിനെ ഒരുപാട് തല്ലുകയും കോട്ടയിൽ നിന്നും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അത് കണ്ട് രാജുവിന് ആകെ സങ്കടമാകും. കാരണം അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടാണല്ലോ സൈക്യാട്രിസ്റ്റ് ഇത്രയും അനുഭവിച്ചത്. അതോർത്ത് രാജുവിന് നല്ല സങ്കടമായിരുന്നു. സൈക്യാട്രിസ്റ്റ് പോയി കഴിഞ്ഞ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് അനിത വരുന്നതും. അനിതയെ കണ്ട് അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ഭൈരവി വരുന്നതും. എന്നാൽ ഭൈരവിക്ക് ബെസ്സിക്കൊപ്പം രാജു നിൽക്കുന്നത് കണ്ട് വല്ലാതെ ദേഷ്യം വരും. അതേസമയം തന്നെ അവിടേക്ക് അനിതയും വരുന്നുണ്ട്. അനിതയ്ക്കാണെങ്കിലോ രാജു ബെസ്സിക്കൊപ്പവും ഭൈരവിക്കൊപ്പവും നിൽക്കുന്നത് കണ്ട് വല്ലാതെ ദേഷ്യം വരും. നീ സത്യത്തിൽ എന്നെ പ്രണയിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ച് രാജുവിന്റെ അടുത്തേക്ക് സംസാരിക്കുവാനായി എത്തുകയാണ് അനിത. എന്നാൽ അനിതയ്ക്കാണെങ്കിൽ ബാക്കി രണ്ടുപേരെയും കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരും. എന്നാൽ ഈ 3 പേരും കാരണം രാജുവാണെങ്കിൽ വല്ലാതെ മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നു. രാജു തന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് മുത്തശ്ശൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് എത്രയും വേഗം മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടു വരണമെന്നും കൂട്ടുകാരനോട് പറയുന്നു. അതേസമയം തന്നെയായിരുന്നു മുത്തശ്ശി തന്റെ കന്നുകാലികൾക്ക് ആഹാരം കൊടുക്കുവാനായി ഇറങ്ങിയതും. അപ്പോഴേക്കും നടന്നു വരുന്ന ഗംഗാപതിയെ കാണുന്നു. ഗംഗാപതിയെ കണ്ടതും മുത്തശ്ശി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കോട്ടയാണ് കാണിക്കുന്നത്. കോട്ടയിൽ ഇരിക്കുകയായിരുന്ന രാജു ആണെങ്കിൽ മുത്തശ്ശിയുടെ ഫോട്ടോ വെച്ച് എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലുന്നു. പക്ഷെ അവന് മന്ത്രമൊന്നും അറിയത്തില്ലല്ലോ. ഇയാൾ എന്ത് ചെയ്തിട്ടാ മുത്തശ്ശി ഇങ്ങനെ വളച്ചെടുത്തതെന്നൊക്കെ രാജു ചിന്തിക്കും. അതേസമയമായിരുന്നു ഗംഗാപതി രാജുവിനെ വിളിക്കുന്നത്. എന്നെ കണ്ടതും മുത്തശ്ശി വയലന്റ് ആയി. എന്റെ ഭർത്താവ് എവിടെയാടാന്ന് ചോദിച്ച് എന്നോട് ഒരുപാട് പ്രശ്നമുണ്ടാക്കി. അവസാനം കുഴഞ്ഞു വീണു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും ഗംഗാവതി പറയുന്നു. അങ്ങനെ രാജുവാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. മുത്തശ്ശിയെ എത്ര തന്നെ വിളിച്ചിട്ടും മുത്തശ്ശി കേൾക്കുന്നതേയില്ല. പക്ഷേ രാജുവാണെങ്കിൽ അദൃശ്യനായിരുന്നു. രാജുവിനെ ആർക്കും തന്നെ കാണാനും കഴിയുന്നില്ല. രാജു നേരെ കനകരാജിനടുത്തേക്ക് എത്തി. രാജുവിനെ കണ്ട കനകരാജ് പറയുന്നത്, നിന്നെ അദൃശ്യനാക്കിയത് ഞാൻ തന്നെയാ, നിന്നെ ആർക്കും കാണാൻ കഴിയില്ല. മാത്രമല്ല നിന്നെ ഇവിടേക്ക് വരുത്തിയതും ഞാനാ. അമാവാസി ദിവസം നീ നിന്റെ മുത്തശ്ശിക്കൊപ്പം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വേണം നീ ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്താണ് ഞാൻ ഇത്രയും ചെയ്തതെന്നും കനകരാജ് പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മന്ത്രവാദിക്കടുത്ത് കനകരാജ് ഒരു ആവശ്യം പറഞ്ഞിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാലും തന്റെ സ്വത്തും പണവും എല്ലാം ഉപയോഗിക്കാൻ കഴിയണമെന്ന്. അതിനു വേണ്ടിയിട്ട് മന്ത്രവാദി പറഞ്ഞു കൊടുത്ത ഐഡിയ, അങ്ങനെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ഭാര്യയായിട്ടുള്ള ഗംഗമ്മ മരണപ്പെടണം. എന്നാൽ മാത്രമേ നിനക്ക് ഇതെല്ലാം ഉപയോഗിക്കുവാൻ കഴിയൂ എന്നും പുനർജന്മം കിട്ടൂ എന്നും ആ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് പല തവണയായിട്ട് കനകരാജ് ഗംഗമ്മയെ കൊല്ലുവാനായിട്ടും ശ്രമിച്ചിരുന്നത്. ഈ കാര്യമെല്ലാം അറിയുന്ന രാജു പറയുന്നുണ്ട്, സത്യത്തിൽ ഈ സ്വത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത്? ഈ ഒരു കാശും സ്വർണവും എല്ലാം നശിച്ചു പോയാൽ നിങ്ങൾ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന തീപന്തം എടുത്ത് ആ ഒരു കാശ് കൊളുത്തുവാനായി നോക്കുന്നു. എന്നാൽ അത് കേട്ട് കനകരാജ് പറയുന്നതോ, നീ എത്ര തന്നെ ഇത് കൊളുത്തിയാലും നഷ്ടം നിനക്ക് മാത്രമാ. കാര്യം ഇതെല്ലാം നിന്റെ മുത്തശ്ശിയുടേതാണെന്നും കനകരാജ് പറയുന്നു. എന്നാൽ അവൻ എത്ര തന്നെ കൊളുത്തുവാനായി ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. അതേസമയം തന്നെ കനകരാജ് ആണെങ്കിൽ അവന്റെ മൈൻഡ് മാറ്റുന്നു. പെട്ടെന്ന് അവന് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പോലെ തന്നെ തോന്നുകയാണ്. അവൻ തീ കൊളുത്തുന്നതോ മുത്തശ്ശിയുടെ കാലിലായിട്ടും. അയ്യോ മുത്തശ്ശി, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് മാപ്പും പറയുന്നു. എന്നിട്ട് വീണ്ടും അവൻ കോട്ടയിലേക്കും അവന്റെ മൈൻഡ് തിരികെ വരുന്നു. അതോടുകൂടി രാജുവിനൊരു കാര്യം മനസ്സിലായി, മുത്തശ്ശനാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ രാജുവിന്റെ മൈൻഡ് കനകരാജ് കൺട്രോൾ ചെയ്യുകയാണെന്നുള്ള കാര്യം സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് ഓർമ്മ വരുന്നു. അങ്ങനെ രാജു ആണെങ്കിൽ കനകരാജിന് തന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം രാജു തന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയും ഹോസ്പിറ്റലിലായിരുന്ന മുത്തശ്ശിയോട് ഇമോഷണലായിട്ട് സംസാരിക്കുവാനായും ശ്രമിക്കുന്നു. എന്നാൽ രാജുവിനാണെങ്കിൽ വല്ലാത്ത സങ്കടമുണ്ട് മുത്തശ്ശിയെ
കാണുമ്പോൾ. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ ഒരു രാജകുടുംബത്തിൽപ്പെട്ടവളല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശി ഒരു രാജകുമാരിയെ പോലെ പെരുമാറുന്നു. ആ ഒരു സ്വത്തും കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് കളയുവാനായിട്ടാണ് രാജുവിനോട് മുത്തശ്ശി പറയുന്നതും. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് രാജുവാണെങ്കിൽ വീണ്ടും സ്വബോധത്തിൽ തിരികെ വന്നിട്ട് ആ ഒരു കൊട്ടാരവും അവിടെ ഉണ്ടായിരുന്ന സ്വത്തും പൈസയും എല്ലാം നശിപ്പിച്ച് കളയുകയാണ്. അവൻ ഓരോന്നോരോന്നായി തീയിട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് കനകരാജിന് സഹിക്കുമോ? ഇല്ല. കനകരാജ് ദുർമന്ത്രവാദിയുമായിട്ട് കണക്ട് ആകുന്നു. എന്നിട്ട് ദുർമന്ത്രവാദിയോട് പറയും, രാജീവ് കോട്ട മുഴുവൻ തീയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നശിക്കും. അതിനു മുൻപായിട്ട് അവനെ എനിക്ക് തടയുവാൻ വേണ്ടി ശക്തി വേണം. എനിക്ക് ശക്തി തരണമെന്ന് ദുർമന്ത്രവാദിയോട് പറയുന്നു. അങ്ങനെ ദുർമന്ത്രവാദിയാണെങ്കിൽ കനകരാജിനെ ഒരു വലിയ രാക്ഷസനാക്കി മാറ്റുന്നു. ഒരുപാട് ശക്തിയും കനകരാജിന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് രാജുവിനോട് പോരാടുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. അവസാനം രാജുവിനെ കനകരാജ് നശിപ്പിക്കുമെന്നായി. എന്നാൽ രാജു തന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. രാജുവിനും ഒരുപാട് പവർ കിട്ടും. അവന് ദൈവത്തിന്റെ ശക്തി കൂടിയാണ് കിട്ടിയിരിക്കുന്നതും. രാജുവിന്റെ ശക്തിക്ക് മുന്നിൽ കനകരാജിന്റെ ആത്മാവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആത്മാവ് നശിക്കുന്നു. മാത്രവുമല്ല, ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതെ ആത്മാവും തിരികെ പോവുകയാണ്. ഹോസ്പിറ്റലിലായിരുന്ന മുത്തശ്ശിയാണെങ്കിൽ പതിയെ ജീവിതത്തിലേക്കും തിരികെ വരും. കോട്ടയിൽ നിന്ന് പോകുന്ന രാജുവാണെങ്കിൽ മുത്തശ്ശിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോക്സ് സ്വർണവുമാണ് എടുത്തുകൊണ്ട് പോകുന്നതും. മുത്തശ്ശിക്കും സന്തോഷമാകുന്നു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാജുവിനാണെങ്കിൽ ചെറിയൊരു പവറും കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു ദിവസം രാജുവിനെ ആ ഒരു ശക്തിയാണെങ്കിൽ ഒരു സർക്കസ് കൂടാരത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഒരാളാണെങ്കിലോ ജോക്കറിന്റെ വേഷവും ധരിച്ച് കയ്യിലൊരു ചുറ്റികയുമായിട്ട് നിൽക്കുകയാണ്. അയാൾ രാജുവിനെ തിരിഞ്ഞു നോക്കും. ആ ജോക്കറിനെ കണ്ടതും രാജു ഞെട്ടിപ്പോകുന്നു. കാരണം അയാളും കാണാൻ രാജുവിനെ പോലെ തന്നെയാണ്. അതാരാണെന്ന് പറയാതെ രണ്ടാം പാർട്ടിനുള്ള സൂചനയും നൽകിക്കൊണ്ടാണ് കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.